എല്ലാ കൂട്ടുകാർക്കും സജ്ജി റൈസിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്നിവിടെ എത്തിയിട്ടുള്ളത്. ചോറിനും ചപ്പാത്തിക്കും നല്ലൊരു കോമ്പിനേഷനായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന നെത്തോലി ഇട്ട് വെച്ച മീൻകറിയാണിത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കുടംപുളി ചെറിയ പീസാക്കി എടുത്ത് ക്ലീൻ ചെയ്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വയ്ക്കുക. ഈ കറിയിൽ തക്കാളി ചേർക്കാത്തതുകൊണ്ട് കുറച്ച് കൂടുതൽ കുടംപുളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പച്ചമാങ്ങ ചേർത്ത് നെത്തോലിക്കറി ഉണ്ടാക്കാറുണ്ട്. മാങ്ങ കിട്ടാത്തത് കൊണ്ടാണ് ഞാനിവിടെ കുടംപുളി ചേർത്ത് കൊടുക്കുന്നത്. നെത്തോലി ക്ലീൻ ചെയ്ത ശേഷം ഞാനിവിടെ കുറച്ച് മുളക് പൊടിയും ഉപ്പും പുരട്ടി വെച്ചിട്ടുണ്ട്. ഉപ്പും എരിവും മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി 1.5 കപ്പ് ചിരകിയ തേങ്ങയിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 1 തണ്ട് കറിവേപ്പിലയും 6-7 ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടെ മിക്സിയുടെ വലിയ ജാറിലേക്കിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. 1 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് അരച്ചെടുക്കാം. മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലത് മൺചട്ടിയാണ്. മൺചട്ടി ഇല്ലെങ്കിൽ നിങ്ങൾ സാധാ പാത്രം എടുത്തോളൂ കേട്ടോ. കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഈ ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസായി പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ചെറിയൊരു തിക്നെസ് ഉണ്ടാവണം, അത്രയും മതി. ഒരു 6-7 മിനിറ്റ് നമ്മളിത് വേവിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടും. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കുടംപുളി ആ വെള്ളത്തോടെ നമുക്കിതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മീനിൽ ഉപ്പും മുളകും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. തിളച്ച ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. തിളച്ച ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി ഒരു കുറഞ്ഞതൊരു 7 മിനിറ്റെങ്കിലും നമുക്കിത് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന മീനാണ് നെത്തോലി. അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. 4 പച്ചമുളക് കീറിയതും 1 തുണ്ട് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലായിരിക്കണം. എണ്ണ തെളിയുന്നത് വരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം നോക്കൂ, നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് മീനിട്ട് കൊടുക്കാം. നെത്തോലി ചേർത്ത ശേഷം 2 മിനിറ്റിനുള്ളിൽ നമുക്കിത് വെന്ത് കിട്ടും. എല്ലാത്തരം മീനും ഒരേപോലെ അല്ല വേവിൻ്റെ ടൈം, വ്യത്യാസം ഉണ്ടാവും. ചൂര, അയില അതുപോലുള്ള മീനൊക്കെ വെന്ത് വരാൻ കുറച്ചുകൂടി ടൈം എടുക്കും. നെത്തോലി ചേർത്ത ശേഷം സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് 1.5 അല്ലെങ്കിൽ 2 മിനിറ്റ് വെന്ത ശേഷം പിന്നെ സ്പൂണിട്ട് ഒരുപാടങ്ങ് ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നോക്കൂ, മീനൊക്കെ വെന്ത് എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ചിടാം. തണുപ്പ് സീസണായതുകൊണ്ട് വെളിച്ചെണ്ണ നല്ല കട്ടിയായിട്ടിരിക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും മുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരുമ്പം നമുക്ക് ഈ കറിയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. നെത്തോലി മീനിനെ കൊഴുവയെന്നും പറയാറുണ്ട്. വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി ഒന്ന് അറിയിക്കണേ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മീൻകറി തന്നെയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.